Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about privatization. Privatization refers to the process of giving greater role to the private sector in nation building process and reducing the role of the public sector. It has resulted in disinvestment, which means transfer of interest in the public enterprise to the private sector. Privatization എന്ന് പറയുന്നത് ഒരു പബ്ലിക് സെക്ടറിന്റെ റോൾ, അതായത് ഒരു ഗവൺമെന്റ് ഏജൻസി ഒരു നേഷന്റെ ഓവറോൾ ഡെവലപ്മെന്റിൽ ഒരു ഗവൺമെന്റ് ഏജൻസിക്കുള്ള റോളിനെ കൺവേർട്ട് ചെയ്ത് ഒരു പ്രൈവറ്റ് സെക്ടറിലേക്ക്, അതായത് പ്രൈവറ്റൈസേഷൻ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് അണ്ടർടേക്കിംഗിൽ നടക്കേണ്ട പ്രോജക്ട്സ് എല്ലാം തന്നെ പ്രൈവറ്റ് സെക്ടറിലേക്ക് കൈമാറുകയും അതുവഴി നാഷണൽ മൊത്തത്തിൽ ആവശ്യകരമായ എക്കണോമിക് ഡെവലപ്മെന്റും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും എല്ലാം പ്രൈവറ്റ് സെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രൈവറ്റൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതുവഴി ആ ഒരു പബ്ലിക് സെക്ടറിന്റെ മുകളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി കുറച്ചൊക്കെ ഒരു പ്രൈവറ്റ് സെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് വളരെയധികം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പോൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് ഒരു നേഷന്റെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് പ്രോജക്ട്സ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആക്ടിവിറ്റീസിലേക്ക് പ്രൈവറ്റ് സെക്ടേഴ്സിനെയും കൂടെ ഇൻവോൾവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഫ്രം പബ്ലിക് സെക്ടർ ടു പ്രൈവറ്റ് സെക്ടർ ഇസ് നോൺ ആസ് privatization process. To execute the policy of privatization, government took the following steps. The first one was disinvestment of public sector. It means transfer of public sector enterprises to private sector. അപ്പോൾ ഇത്തരത്തിൽ പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കാനായി ഗവൺമെന്റ് ചില സ്റ്റെപ്സ് ഫോർവേഡ് ചെയ്തിരുന്നു. അതിൽ ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഓഫ് പബ്ലിക് സെക്ടർ, അതായത് ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസിനെ ഒരു പ്രൈവറ്റ് സെക്ടറായി ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഓഫ് പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത്. Setting up of Board of Industrial and Financial Reconstruction. This board was set up to revive sick units in public sector enterprise which are not profitable. അപ്പോൾ ഗവൺമെന്റ് സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്തത് ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ എന്നൊരു അതോറിറ്റിയെ ബിൽഡ് ചെയ്യുകയാണ്. എന്തിനാണ് ഇത്തരത്തിലൊരു ബോർഡ് ഡെവലപ്പ് ചെയ്തത്? സിക്ക് യൂണിറ്റ്സ്, അതായത് പബ്ലിക് സെക്ടറിന്റെ അണ്ടറിലുള്ള സിക്ക് യൂണിറ്റ്, നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സിക്ക് യൂണിറ്റ്സിനെ പ്രൈവറ്റ് സെക്ടറിലേക്ക് അണ്ടർടേക്ക് ചെയ്ത് അതിനെ പ്രോഫിറ്റബിൾ ആയി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ എന്നൊരു ബോർഡ് ഫോം ചെയ്തു. ഡൈല്യൂഷൻ ഓഫ് സ്റ്റേക്ക് ഓഫ് ദി ഗവൺമെന്റ്. In the process of disinvestment, the private sector acquires more than 51% of shares. This results in transfer of ownership and management from the government to the private sector. And the third and the final step എന്ന് പറയുന്നത് ഡൈല്യൂഷൻ ഓഫ് സ്റ്റേക്ക് ഓഫ് ദി ഗവൺമെന്റ്, അതായത് ഫുൾ കൺട്രോളും ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും പ്രൈവറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് 51% ഷെയർ പ്രൈവറ്റ് സെക്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് വഴി കംപ്ലീറ്റ് മാനേജ്മെന്റും എല്ലാവിധ അതോറിറ്റിയും പ്രൈവറ്റ് സെക്ടറായി മാറുകയും ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രൈവറ്റ് സെക്ടറിലേക്ക് പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു പ്രൈവറ്റൈസേഷൻ പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്തത്. ഗവൺമെന്റ് ഇത്തരത്തിലുള്ള 3 സ്റ്റെപ്സ് വഴിയാണ് പ്രൈവറ്റൈസേഷൻ പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. Now let us look into the objectives, need or importance of privatization. Improvement in efficiency. A private institution makes every effort to reduce costs for making more profit. This improves working efficiency of the organization. ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസിനെ പ്രൈവറ്റ് സെക്ടറായി കൺവേർട്ട് ചെയ്യുന്നത് വഴി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. കാരണം ഒരു പ്രൈവറ്റ് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ മാക്സിമം കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനും അതിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് ഇത്തരത്തിൽ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്നത് വഴി ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടൊരു ഓർഗനൈസേഷന് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ആസ് കമ്പയർഡ് ടു പബ്ലിക് സെക്ടർ, private sector very quickly accepts and adopts the advanced technologies. It helps private institutions to exploit natural resources in a better and balanced manner.
ഒരു പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്വിക്കായിട്ട് പുതിയ പുതിയ ടെക്നോളജീസിനെ അഡാപ്റ്റ് ചെയ്യാൻ പ്രൈവറ്റ് സെക്ടറിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും പുതിയ പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്ത് അതിൻ്റെ ഒപ്റ്റിമം ലെവലിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഒരു പ്രൈവറ്റ് സെക്ടറിന് സാധിക്കും. ക്വിക്ക് ഡിസിഷൻ. Timely decision is very important to any organization. A private organization is able to take quick decisions as compared to public sector. ഒരു പബ്ലിക് സെക്ടറിനെയും പ്രൈവറ്റ് സെക്ടറിനെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈവറ്റ് സെക്ടറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ക്വിക്ക് ഡിസിഷൻസ്, തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും. പബ്ലിക് സെക്ടറിന് അതിൻ്റെതായ അതോറിറ്റി ലെവൽസും എല്ലാം കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ബട്ട് പ്രൈവറ്റ് സെക്ടറിന് കുറച്ചുകൂടെ ക്വിക്കായിട്ട് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. ഇത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. No political interference. Private sector does not depend on any government agency for taking any sort of action or decision. Hence, decision can be taken for the benefit of the organization as well as for the society. ഒരു പ്രൈവറ്റ് സെക്ടറിനുള്ള ബെനിഫിറ്റ് ആണ് ഒരു തീരുമാനം എടുക്കാനായിട്ട് ഗവൺമെൻറ് ഏജൻസീസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് പബ്ലിക് സെക്ടറിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഒരുപാട് പൊളിറ്റിക്കൽ ഏജൻസീസും ഗവൺമെൻറ് ഏജൻസീസും എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ബട്ട് ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നത് വഴി ഡിസിഷൻസ് കുറച്ചുകൂടെ എളുപ്പമായി പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. Better service to customers. Success of private sector mainly depends on consumer satisfaction. Hence, private sector aims and works for customer satisfaction through improved efficiency. ഒരു പ്രൈവറ്റ് സെക്ടറിൻ്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് ആണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ ഒരു പ്രൈവറ്റ് സെക്ടർ നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക് സെക്ടറിൽ നിന്നും പ്രൈവറ്റ് സെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിനെ കൂടുതൽ ബെറ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈസി ഫണ്ടിങ്. ഗവൺമെൻറ് always require more funds for infrastructure development and social security measures. Privatization helps the government to raise huge funds by selling its equity to private sectors. ഒരു പ്രൈവറ്റൈസേഷൻ കൊണ്ട് മറ്റുള്ളൊരു ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഫണ്ട് കുറച്ചുകൂടെ പെട്ടെന്ന് റേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന് എപ്പോഴും ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെൻറ്റിന് പ്രൈവറ്റ് സെക്ടേഴ്സിന് അവരുടെ ഇക്വിറ്റി ഷെയർസ് വിൽക്കുന്നത് വഴി പെട്ടെന്ന് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് സാധിക്കും. ക്വിക്ക് റെമഡീസ്. എ പ്രൈവറ്റ് ഓർഗനൈസേഷൻ ക്യാൻ വെരി ക്വിക്ക്ലി ടേക്ക് any type of decision for solving any problems. ഒരു പ്രൈവറ്റ് സെക്ടറിൻ്റെ അണ്ടറിൽ കൃത്യമായിട്ടുള്ള പ്രോബ്ലം സോൾവിങ് മെക്കാനിസം ഉണ്ടായിരിക്കും. ഒരു പബ്ലിക് സെക്ടറിനായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്പീഡറായി പ്രോബ്ലംസിനെ ഹാൻഡിൽ ചെയ്യാനും പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനും ഒരു പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ സാധിക്കാറുണ്ട്. Easy to fix responsibility. In private sector, the responsibility of every individual is clearly defined. This forces individuals to perform their duties effectively. ഒരു പബ്ലിക് സെക്ടറിൻ്റെയും പ്രൈവറ്റ് സെക്ടറിനെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പബ്ലിക് സെക്ടറിലുള്ള എംപ്ലോയീസ് എന്താണ് അവരുടെ ഡ്യൂട്ടി, എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് ഒരിക്കലും ക്ലിയർ ആയിട്ട് ഡിഫൈൻഡ് അല്ല. പക്ഷേ ഒരു പ്രൈവറ്റ് സെക്ടറിൽ അങ്ങനെയല്ല. ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഡ്യൂട്ടി എന്താണ്, അവർ ആ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നെല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അതുവഴി എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സാധിക്കും. ഫൈനാൻസിങ് ബഡ്ജറ്റ് ഡെഫെക്ട്സ്. Budget defects is an unavoidable feature of any developing economy. Privatization to a great extent helps to narrow down the budget defects. ബഡ്ജറ്റ് ഡെഫിക്സ് അതായത് എല്ലാ വർഷവും കൃത്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ ബഡ്ജറ്റ്സ് എല്ലാ ഗവൺമെൻറ്റും കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഈ ബഡ്ജറ്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കാറില്ല. ഈ ഒരു കുറവ് അല്ലെങ്കിൽ ബഡ്ജറ്റിലുണ്ടാകുന്ന ഡെഫെക്ട്സ് ഒഴിവാക്കാനായി ഒരു പ്രൈവറ്റൈസേഷൻ പ്രോസസ്സ് കൊണ്ട് സാധിക്കും. ഒരു പരിധി വരെ ബഡ്ജറ്റിലുണ്ടാകുന്ന ഡിഫെക്ട്സ് ഓവർകം ചെയ്യാനായിട്ട് പ്രൈവറ്റൈസേഷൻ ഹെൽപ്പ് ചെയ്യും. Accelerating economic growth. Privatization helps to accelerate economic growth and to create an environment for rapid industrialization. പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരുന്നത് വഴി എക്കണോമിക് ഗ്രോത്ത്, അതായത് കൂടുതലായി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും, കൂടുതൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, കൂടുതൽ സെയിൽ നടക്കും. അത്തരത്തിൽ എക്കണോമിക് ഗ്രോത്ത് പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് പ്രൈവറ്റൈസേഷൻ ഹെൽപ്പ് ചെയ്യും. അതുവഴി റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, കൂടുതൽ ഇൻഡസ്ട്രീസും എൻവയൺമെൻറ്റ് സേഫ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് എല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട് പ്രൈവറ്റൈസേഷൻ പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യും. Earn foreign currency. Privatization invites foreign capital. It leads to
involve a foreign currency which strengthen the foreign currency reserve of the country. ഒരു പ്രൈവറ്റൈസേഷൻ പ്രോസസ്സ് വഴി ഒരു കൺട്രിയുടെ ഫോറിൻ കറൻസി റിസർവ് അല്ലെങ്കിൽ കൂടുതലായി ഫോറിൻ കറൻസിയുടെ ഇൻഫ്ലോ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുവഴി ഒരു നേഷൻ്റെ തന്നെ ഫോറിൻ കറൻസി റിസർവ് കൂട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പ്രൈവറ്റൈസേഷൻ, ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസിനെ പ്രൈവറ്റ് സെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ് ആണ് നമ്മൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈവറ്റൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബേസിൽ 2 അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ വായിച്ച് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.